സംഗീതധാര കണ്ണുകളെ കാണുന്നുവോ കാണുന്നുവോ യൂവിൻ വർണ്ണധാര മനസ്സുകളെ ഉണരുക തിരയുക നമിക്കുക മന്നവൻ ഭൂവിലവതരിച്ചു മന്നവൻ ഭൂവിലവതരിച്ചു. കന്യകതൻ കൺമണിയാ കരുണതൻ ദീപം അവതരിച്ചു കന്യകതൻ കൺമണിയാ കരുണതൻ ദീപം അവതരിച്ചു കൈക്കുമ്പിളി കാണിക്കയുമാ രാജാക്കന്മാരവരമയുന്നു കൈക്കുമ്പിളി കാണിക്കയുമാ രാജാക്കന്മാരവരമയുന്നു. കാതുകളെ കേൾക്കുന്നുവോ 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 സ്വർഗീയ സംഗീതധാര കണ്ണുകളെ കാണുന്നുവോ കാണുന്നുവോ യോവിൻ വർണ്ണധാര മനസ്സുകളെ ഉണരുക തിരയുക നമിക്കുക മന്നവൻ ഭൂവിലവതരിച്ചു മന്നവൻ ഭൂവിലവതരിച്ചു. ക്രിസ്മസ്, ക്രിസ്തു ജനനം, അതൊരാഘോഷമാണ്. A wonderful time that fills memories with goodness and peace and mind. Frosty days and the ice-still nights, pine trees with tiny lights, holiness of the night mass, sweetness of the cake and gifts, sweet-voiced carols in the air, starry nights so still and blue, and most of all, in the city of David, that has been born for you, Savior, that's Christ the Lord. ഈ കഴിവുകളുടെയും കലാപരിപാടികളുടെയും കാര്യം പറയുമ്പോൾ ഇരിക്കാൻ വയ്യാത്ത കുറച്ച് കാര്യങ്ങളുണ്ട് അല്ല, ഇവിടെ വരുമ്പോഴേ മൊത്തത്തിലൊരു ഭയങ്കര രസമുള്ള ആംബിയൻസ്. നമ്മൾ ഈ ഗേറ്റിന്റെ അവിടെ വരുമ്പോഴത്തേക്കും പാട്ട് കേൾക്കുന്നു അല്ലേ? പാട്ട്, തബല, കൊട്ട് എല്ലാം ഉണ്ട്. ഇന്നേ വരെ ഇങ്ങനെയുള്ള ആൾക്കാരുള്ള ഒരു സ്ഥാപനങ്ങളിലും കണ്ടിട്ടില്ലാത്ത ഒരു പ്രത്യേകതരം ആംബിയൻസ് ആണ് ഇവിടെ. എല്ലാം ഉണ്ട്. മരിയ സദനത്തിന്റെ ഒരു കലാസമിതി തന്നെയുണ്ട് അല്ലെ? സന്തോഷ് ചേട്ടൻ അതിനെക്കുറിച്ച് നമ്മളോട് ഉറപ്പായിട്ടും പങ്കുവെക്കും. ഈ കരയുന്ന കൊച്ചിനെ ഉറക്കാൻ വേണ്ടിയിട്ട് പാട്ട് പാടും. ഇപ്പം തുടക്കത്തിൽ എനിക്ക് തോന്നുന്നൊരു 98 തുടങ്ങി ഒരു 99 ഒക്കെ ആയപ്പോഴേക്കും നമ്മുടെ ജഗതി ശ്രീകുമാർ മരിയ സ്ഥാനത്ത് ഒരു ഷൂട്ടിങ്ങിന് വന്നപ്പോൾ വളരെ ആദർശമായിട്ട് വന്ന ആ സമയത്ത് ഇവിടെ ലേബർ ഇന്ത്യ സ്കൂളിൽ നിന്ന് കുറേ കുട്ടികൾ വന്നിരുന്നു. അപ്പോൾ ഇവിടെ ഒരു 13 വർഷമായിട്ട് തൊടലയിൽ പൂട്ടിയിട്ടിരുന്ന ഒരാൾ, അയാളെ ഇവിടെ കൊണ്ടുവന്നിട്ട് നമ്മൾ സ്വാതന്ത്ര്യം കൊടുക്കാൻ പറ്റിയല്ലാത്തതുകൊണ്ട് ഒരു മുറിയിൽ പുള്ളിയെ താമസിപ്പിച്ചിരിക്കുക. അതിന് പിന്നെ സെല്ലെന്നൊക്കെ എല്ലാവരും പറഞ്ഞാൽ ഇവിടെ സെല്ലൊന്നുമില്ല, ഒറ്റയ്ക്ക് താമസിക്കാനുള്ളൊരു മുറി കുറച്ച് സമയത്തേക്ക് അല്ലെങ്കിൽ കുറേ ദിവസങ്ങളിലേക്ക്. അപ്പം അങ്ങനെ ആ മുറിയിൽ അദ്ദേഹം കിടക്കുന്നു. ജാക്സൺ എന്നായിരുന്നു പേര്. കുട്ടികൾ പാട്ട് പാടുന്ന പോലെ ഇതുപോലെ സ്റ്റേജ് പോലെയുണ്ട്, അതിനകത്തിരുന്ന് പാടുന്ന കണ്ടപ്പോൾ ജാക്സൺ ആ മുറിയുടെ ഡോറ് തുറന്ന് കിടന്നത്. അവിടുന്ന് വാതാപി ഗണപതി പാടി പുറത്തേക്ക് ഇറങ്ങി. അപ്പോൾ ഞങ്ങൾ ഓർത്ത് ഇത് കൊള്ളാവുന്ന ഒരാളാണല്ലോ. പിന്നീടാണ് മനസ്സിലാക്കിയത് അയാളുടെ ബാഗിലൊരു ചെറിയ നോട്ട്ബുക്കുണ്ട്, ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്. അയാൾ 13 വർഷമായിട്ട് ഓർമ്മയില്ലാത്ത ആളാണ്. ചെമ്പൈ വൈദ്യനാഥ സംഗീത കോളേജിൽ
ഗാനഭൂഷൺ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് പുള്ളിക്ക് അസുഖം വരുന്നത്. അപ്പോൾ ജാക്സനെ ഓക്കെ ആയി കഴിഞ്ഞപ്പം പിന്നെ എല്ലാ ദിവസവും സന്ധ്യാപ്രാർത്ഥനയുടെ സമയത്ത് ഭക്തിഗാനം പാടാനും പ്രാർത്ഥിക്കാനും ഒക്കെ ആയിട്ട് അങ്ങനെ. അപ്പോൾ ആ സമയത്ത് ജഗതി ചേട്ടൻ വന്ന് ഇത് കണ്ടു. ആ ദിവസങ്ങളിൽ തന്നെ ഒരു തബലിസ്റ്റിനെ കിട്ടി. ജാക്സൺ നന്നായിട്ട് ഹാർമോണിയം വായിക്കുന്ന ആളാണ്. അപ്പോൾ ഒരു ഹാർമോണിയം വാടകയ്ക്കെടുത്ത് ജാക്സൺ ആദ്യമായിട്ട് കൊടുക്കുക. അപ്പോൾ ഹാർമോണിയം വെച്ച് ജാക്സൺ പാടുമ്പം ഈ ഉണ്ണുണ്ണി എന്ന് പറയുന്ന ആൾ തബലിസ്റ്റാണ്. അയാൾ മേശ താളം പിടിക്കുന്ന കണ്ടുകൊണ്ടാണ് ഞാൻ തബലിസ്റ്റാന്ന് മനസ്സിലാക്കിയത്. ഒരു തബല വാടകയ്ക്കെടുത്തു. അപ്പോൾ ഈ രണ്ട് സംഗതി മേടിക്കാൻ കാശില്ല. ഇത് വാടക സാധനത്തിലാണ് നമ്മൾ തുടങ്ങുന്നത്. അപ്പോൾ 1 മാസം കഴിഞ്ഞ് 1.5 മാസം കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞു. അപ്പോൾ ഈ സമയത്താണ് ജഗതി ചേട്ടൻ വരുന്നത്. പുള്ളി ഇത് കണ്ടപ്പോൾ ഇത് നല്ലൊരു പരിപാടിയാണല്ലോ, 2 പാട്ട് നിങ്ങളുടെ പള്ളിയിൽ പെരുന്നാളിന് പള്ളി പാടുക, പള്ളിയിൽ അച്ഛനോട് പറഞ്ഞാൽ സമ്മതിക്കും. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു ഗാനമേള പോലെ. പിന്നെയും പലരും സിബി വന്നു, അങ്ങനെ പല പല ആളുകൾ വന്നപ്പോൾ തമിഴ് പാടാൻ ആളായി, ഹിന്ദി പാടാൻ രേവതിയായി. അപ്പോൾ വലിയൊരു കുടുംബമായതുകൊണ്ട് ഇതിനകത്ത് പല പല കഴിവുകളുള്ളവരുണ്ട്. അപ്പം അങ്ങനെ അതങ്ങനെ ആണ് അതിൻ്റെ തുടക്കം. പിന്നീട് അത് ഡോക്ടർ മുരളി നിമാൻസി എന്ന് ഇവിടുത്തെ ടെക്നിക്കൽ അഡ്വൈസറായിരുന്നു ഇവിടുത്തെ റീഹാബിലിറ്റേഷൻ. അദ്ദേഹം പറഞ്ഞു ഇത് നമുക്ക് ഉറപ്പായിട്ടും ഇത് ചെയ്യണം. 2002 കലാസമിതിയായിട്ട് അത് ഇനാഗുറേഷൻ ജഗതി ചേട്ടൻ ചെയ്തു. 2006 ലിംക ബുക്സിൽ വന്നു. അപ്പോഴേക്കും എനിക്ക് തോന്നുന്നു 1000-ൽ പരം കുറേ വർഷങ്ങളുണ്ട് സ്റ്റേജുകളിൽ പോയി. അതേ വെച്ച് നമുക്കങ്ങനെ. പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ നാടക സമിതി തുടങ്ങി. എൻ്റെ ഒരു അങ്കിൾ ഒരാൾ നാടക സമിതി ഉണ്ടായിരുന്ന ആളാണ്. അപ്പോൾ ഞാനും സ്കൂളിലൊക്കെ നാടകം അഭിനയിച്ചിട്ടുണ്ട്. ബെസ്റ്റ് ആക്ടറായിരുന്നു 2 വർഷം. അത്യാവശ്യം ആളുകൾ സഹിക്കുമെങ്കിൽ പാട്ട് പാടും. അങ്ങനെയൊക്കെ സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നു. ഇതെല്ലാം ഇവിടെ അങ്ങോട്ട് അപ്ലൈ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ഇവർ പാടുന്നവരായി. പിന്നെ സേവർ എന്ന് പറയുന്ന ആളുണ്ട്. പുള്ളി അവിടെ ഇപ്പോഴും എല്ലാ ദിവസവും പ്രാക്ടീസ് ഉണ്ട്. പുതിയ പുതിയ ഗാനങ്ങളെല്ലാം അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. കോട്ടയം തിരുനക്കരയിൽ അലഞ്ഞ് തിരിഞ്ഞിരുന്ന ഒരാൾ, ഒറ്റപ്പെട്ട ഒരാൾ, നല്ല ഹൈറ്റൊക്കെ ഉണ്ട്. പുള്ളിയുടെ കൂടെയുള്ള ആൾ ആർട്ടിസ്റ്റ് സുജാതൻ മാഷ് എന്ന് പറഞ്ഞാൽ എല്ലാ രംഗപടം നമ്മളെപ്പോഴും കേൾക്കാം. പള്ളിയിലും അമ്പലത്തിലുമൊക്കെ നാടകം പറയുമ്പോൾ രംഗപടം ആർട്ടിസ്റ്റ് സുജാതൻ എന്ന് പറയുന്ന ആൾ. അദ്ദേഹത്തിൻ്റെയൊക്കെ ഒരു കൂട്ടുകാരൻ. അതുപോലെ ശിവാസ് ഉണ്ണികൃഷ്ണൻ കോട്ടയത്തെ. ഇവരെല്ലാം കൂടെ കൂടി ഒരാളെ ആയിട്ട് വരിക. ആളിവിടെ വന്ന് ഒരു തുമ്പയുണ്ടായിരുന്നു, അത് വായിച്ചു. പിന്നീട് മനസ്സിലായാലും നല്ല ഡ്രമ്മിസ്റ്റാണെന്ന് മനസ്സിലായി. ഇപ്പോഴും മരിയസ്ഥാനത്തിലെ ഗാനമേളയിൽ ഡ്രം വായിക്കുന്നത് ആ കലാകാരനാണ്. അദ്ദേഹത്തിൻ്റെ ഒരു പോളെന്നാണ്. പോള് ഇങ്ങനെയൊക്കെ വരാൻ കാരണം ഡ്രഗ്സ് അടിച്ച് ആയിപ്പോയതാണ്. പുള്ളി ഇപ്പോൾ എക്സൈസിൻ്റെ വിമുക്തി, എക്സൈസ് കമ്മീഷണറൊക്കെ ഉൾപ്പെടുന്ന ഒരു ടീമിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. ഇടയ്ക്ക് അദ്ദേഹം വിളിക്കും. കോട്ടയത്തൊക്കെ പോയി ഈ പോള് തന്നെ പറയും ഈ സാധനം ആരും ഉപയോഗിക്കരുത്, അല്പം തുടങ്ങിയാണ് ഞാനിങ്ങനെ ആയത്, എല്ലാം നഷ്ടപ്പെട്ടത് എന്ന് പറയും. അപ്പം അങ്ങനെ ഓരോ തരത്തിൽ മാനസിക വൈകല്യം സംഭവിച്ചും ലഹരിക്ക് അടിമപ്പെട്ടൊക്കെ പോയ ആളുകളാണ് ഈ രീതിയിലെ കാര്യങ്ങൾ ചെയ്യുന്നത്. എൻ മനസ്സിലെ രാജാവേ മഞ്ഞേറി വാ, എൻ കനവിലെ കണ്ടവോ തേരി വാ. എൻ മനസ്സിലെ രാജാവേ മഞ്ഞേറി വാ, എൻ കനവിലെ കണ്ടവോ തേരി വാ. ആട്ടമാടി വാ, നല്ല പാട്ടുപാടി വാ, കൂടുവിട്ടതോരപ്പം കൂട്ടുകാരനാ. ആട്ടമാടി വാ, നല്ല പാട്ടുപാടി വാ, കൂടുവിട്ടതോരപ്പം കൂട്ടുകാരനാ. കണ്ണു നിൽക്കണം എന്നരികിൽ വന്നു നെഞ്ചിലേറ്റുമോ, കണ്ണു നിൽക്കണം എന്നരികിൽ വന്നു നെഞ്ചിലേറ്റുമോ. എൻ മനസ്സിലെ രാജാവേ എൻ കനവിലെ കണ്ടവോ, എൻ മനസ്സിലെ രാജാവേ മഞ്ഞേറി വാ, എൻ കനവിലെ കണ്ടവോ തേരി വാ. ഉലകത്തിലെ ദുഃഖമെല്ലാം മാഞ്ഞു പോയിടാ, ജീവിതത്തിൽ താളമേള
മനസ്സിലെ ദുഃഖമെല്ലാം മാറി പോയിടാ ജീവിതത്തിൽ താളമേളനങ്ങളെ എന്നുമെന്ന് ദീപമായി തെളിഞ്ഞിടണം നീ ഈശ്വരൻ എന്നിലെന്ന് സത്യേകിടും എന്നുമെന്ന് ദീപമായി തെളിഞ്ഞിടണം നീ ഈശ്വരൻ എന്നിലെന്ന് സത്യേകിടും ആട്ടമാടിവാ നല്ല പാട്ടുപാടിവാ കൂടുവിട്ടതോരൊപ്പം കൂട്ടുകാരരാ ആട്ടമാടിവാ നല്ല പാട്ടുപാടിവാ കൂടുവിട്ടതോരൊപ്പം കൂട്ടുകാരരാ എന്നുയിരു തീരും കണ്ണു നീർക്കണം എന്നരികിൽ വന്നു ഏറ്റുമോ എന്നുയിരു തീരും കണ്ണു നീർക്കണം അരികിൽ വന്നു നീ നെഞ്ചിലെത്തും എൻ മനസ്സിലെ രാജാവേ തേരിവാ നിൻ കനവിലെ കണ്ടപോ തേരിവാ. ഒത്തിരി കലാകാരന്മാരെയും കലാകാരികളെയും സൃഷ്ടിച്ച ഒരു അല്ലേ സ്ഥലമാണ് നമ്മളിരിക്കുന്നത്. അതുപോലെ ഒത്തിരി ഭാഗ്യമുണ്ടല്ലേ. ജഗതി ശ്രീകുമാർ എന്ന് പറയുന്നൊരു വലിയ വ്യക്തിത്വമാണ് ഇതിന് തുടക്കം കുറിക്കാൻ കാരണമായത് എന്നൊക്കെ നമുക്ക് പറയാം. അപ്പം ചേട്ടൻ ഇങ്ങനെ ഈ കലയായിട്ടൊക്കെ മുമ്പോട്ട് പോകുമ്പോഴേ ആ ഒരു ഏരിയയിൽ എന്തെങ്കിലുമൊക്കെ പ്രതിസന്ധികൾ നേരിടേണ്ടി വന്നിട്ടുണ്ട്? പ്രത്യേകിച്ചും ഈ കോവിഡ് സമയമൊക്കെ ആയപ്പോൾ നമുക്ക് അങ്ങനെയൊന്നും പുറത്തു പോയി ചെയ്യാനുള്ളൊരവസരമൊക്കെ കുറഞ്ഞല്ലോ. അപ്പം കോവിഡ് സമയത്ത് ഈ കലാപരമായി മാത്രമല്ല മരീസനത്തിൽ മൊത്തത്തിൽ ഒത്തിരി പ്രതിസന്ധികളൊക്കെ നേരിട്ടിട്ടുണ്ടാവുമല്ലോ. ആ പ്രതിസന്ധികളെ കുറിച്ചും ഒക്കെ ഒന്ന് സംസാരിക്കാവോ? കോവിഡ് വാസ്തവത്തിൽ ഒരുപാട് മനസ്സിൻ്റെ താളം തെറ്റിയവരുടെ മനസ്സ് വീണ്ടും തെറ്റിച്ചൊരു പരിപാടിയാണ്. കാരണം നമുക്കിവിടെ കോവിഡ് വാസ്തവത്തിൽ വരുന്നത് വളരെ അക്യൂട്ടായിട്ടുള്ളൊരു കോവിഡാണ്. ഇപ്പം ഇപ്പോഴത്തെ പോലെ വളരെ ശാന്തമായിട്ടുള്ളതല്ല. ഞങ്ങളന്ന് ധാരാളം പുൽക്കൂടുകൾ, ക്രിബുകൾ ഇവിടെ ഉണ്ടാക്കി. അതിവിടുത്തെ നമ്മുടെ മക്കൾ തന്നെ ഉണ്ടാക്കിയേക്കുന്നത്. അതിൽ ഞാൻ പറഞ്ഞില്ല, ആശാരിമാരുണ്ട്, പെയിൻറ് ചെയ്യുന്നവരുണ്ട്, പുല്ല് കെട്ടാനറിയാവുന്നവരുണ്ട്. അപ്പം അങ്ങനെ ഒരു 100-100ഓളം പുൽക്കൂടുകൾ, നക്ഷത്രങ്ങൾ, ഈറ്റ വെട്ടി പഴയ മോഡൽ നക്ഷത്രം, ഇതെല്ലാം ഉണ്ടാക്കി അതിന് നല്ലൊരു പരസ്യം കിട്ടി. അപ്പോൾ ആളുകളൊക്കെ ഇത് വാങ്ങാൻ വരുന്നു. മുറ്റത്ത് വലിയ ഒരു ആർച്ച് ഉണ്ടാക്കി, അതിനകത്തോട്ട് ഗേറ്റ്, ക്രിസ്മസ് ഗേറ്റ് എന്നൊക്കെ പറയുന്നത്, നമ്മുടെ ഒരു കരോൾ വണ്ടിയുണ്ട്, അതെല്ലാം റെഡിയാക്കി അതിന് പ്രത്യേകം വീലുകളെല്ലാം പിടിപ്പിച്ചു. വളരെ ഉത്സവത്തിൻ്റെ ഒരു പ്രതീതി നിൽക്കുമ്പം പെട്ടെന്ന് ഈ സ്റ്റാഫിനൊക്കെ ജലദോഷം വന്നു. അവരെ പരിശോധിച്ചപ്പോൾ എല്ലാവരും കോവിഡാണ്. അവരെ എല്ലാം പതുക്കെ മാറി. അപ്പോൾ ഇവിടുത്തെ സഹായിക്കുന്നവരുടെ എണ്ണം കുറഞ്ഞു. അവസാനം എനിക്ക് വരികയില്ല എന്ന് ഞാൻ കരുതി. ഇപ്പോൾ എല്ലാവരും പറഞ്ഞു എനിക്ക് മരണമില്ലെന്ന് വിചാരിക്കുന്നവരാണല്ലോ ലോകത്തിലുള്ളത് എന്ന് പറഞ്ഞ പോലെ എനിക്ക് കോവിഡ് വരികയില്ല, പക്ഷെ എനിക്കും ഉണ്ടായിരുന്നു. അവസാനം ഇതിൻ്റെ ഒരു പരിശോധന കഴിഞ്ഞിട്ട് ഇത് CFLT സെൻ്ററാക്കി മാറ്റി. അത് ഫസ്റ്റ് ലൈൻ എന്ന് പറഞ്ഞുകൊണ്ട് ഗവൺമെൻറ് കളക്ടർ നേരെ ഉത്തരവിട്ട് ഇത്രയും 400ഓളം കോവിഡ് പേഷ്യൻസ് ഉള്ള ഒരു CFLT സെൻ്റർ കേരളത്തിൽ ചിലപ്പോൾ ഉണ്ടാവില്ല. അതുപോലെ ഒരവസ്ഥ വന്നു. ഗേറ്റുകൾ അടച്ചു, പോലീസ് കാവലായി, എന്നോട് പുറത്തിറങ്ങരുതെന്ന് പറഞ്ഞു. അപ്പം അത്രയും ഭീകരമായ അവസ്ഥയിൽ ഞാൻ ഓർക്കാണ് ഇവിടുത്തെ പ്രദീപ് എന്ന് പറഞ്ഞ് പുൽക്കൂടൊക്കെ ഉണ്ടാക്കി പാട്ടൊക്കെ, ക്രിസ്മസ് പാട്ടൊക്കെ പാടാൻ എല്ലാവർക്കും തൊപ്പിയൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ആ 23-ാം തീയതി വളരെ സങ്കടകരമായ രീതിയിൽ ഒരു 10-15 ആംബുലൻസ് വന്നു ഇവിടുത്തെ ആളുകളെല്ലാം കൊണ്ടുപോകണം. അതിനിടയ്ക്ക് ഒരു 4-5 പേര് മരിച്ചു. വാർത്ത പെട്ടെന്ന് പുറത്തായി. പെട്ടെന്ന് നിൽക്കുന്ന ആളുകൾ കുഴഞ്ഞു വീണ് മരിക്കുന്ന അവസ്ഥ. അപ്പോൾ ഇവരെല്ലാം മരുന്ന് കഴിക്കുന്ന ഒരു അസുഖമുള്ളവരാണ്. പെട്ടെന്ന് ഹാർട്ട് ബീറ്റ് നിന്നു. 4 മരണമായപ്പോഴേക്കും എന്നെ കിടന്ന് പറയാൻ തുടങ്ങി. ഇതിനകത്തുനിന്ന് അവരെ എന്താ പറയുക, നമ്മൾ ആ പാക്ക് ചെയ്ത് ബാഗിനകത്താക്കി ബോഡി എടുത്തുകൊണ്ട് പോകുന്നത് കണ്ടപ്പം അത് ഇടാൻ നമ്മളോട് നിർബന്ധനാകുവാണ്. അത് യൂണിഫോമൊക്കെ ഇട്ട് നമ്മുടെ PP കിറ്റൊക്കെ ഇട്ട് ആളുകൾ പോകുന്നത് കണ്ടപ്പോൾ ആ വീട്ടിൽ കരയാൻ തോന്നി. അതിലും എനിക്ക് സങ്കടം തോന്നുന്നത് പ്രദീപ് ആംബുലൻസ് സെക്കറാണ്. പ്രദീപിന് ഹാർട്ടിന് പ്രശ്നമുണ്ട്. ഇപ്പോൾ ഡോക്ടേഴ്സ് ഇവിടെ ക്യാമ്പാണ്. പ്രദീപ് അവസാനം ചോദിക്കുക, ഈ ക്രിസ്മസ് എന്നാ സന്തോഷ് ചേട്ടാ, ഞാൻ ഇനി ഇങ്ങോട്ട് തിരിച്ചു വരും. സത്യം പറഞ്ഞാൽ കൂട്ടനിലവിളിയാണ് എല്ലാവരും. അപ്പോൾ ഒരു വണ്ടിയിൽ ഒരാൾ, ചിലപ്പോൾ ചില വണ്ടിയെ 2-3 പേര് മുണ്ടക്കയത്തേക്ക് കൊണ്ടുപോകുന്ന ഹെൽത്ത് സെൻ്ററിലേക്ക്, കുറേ പേര് ഉഴവൂര്, കുറേ പേര് കോട്ടയം മെഡിക്കൽ കോളേജ്, പകുതിയാകുന്ന ഒരവസ്ഥ. ഞാനൊരു കാരണവരാണല്ലോ വീടിൻ്റെ. ഞാൻ ആ വീടിൻ്റെ മുറ്റത്ത് കസാരയിട്ട് എനിക്ക് ശ്വാസം മുട്ടലൊക്കെ ഉണ്ട്. അങ്ങനെ ഒരു വല്ലാത്തൊരു അവസ്ഥയെ നേരിടുമ്പോഴും ഇവിടെ ഒരു സിബി ഉണ്ട്, തീർച്ചയായിട്ടും അയാളൊന്ന് പരിചയപ്പെടണം. ഷിർ സിബി എന്നാണ് വിളിക്കുന്നത്. നല്ല താളമുണ്ട്, എന്നാൽ അത് പഠിച്ചിട്ടൊന്നുമില്ല. സിബി വന്നിട്ട് എന്നെ കുട്ടാ എന്നൊരു വിളിയാണ് രാവിലെ വന്നിട്ട്. ഞാൻ ആ തിണ്ണയിലാണ് കിടക്കുന്നത്, വീണ്ടും അതോട്ട് പോലും പോകുന്നു. കാരണം എപ്പോഴും വിജിലൻ്റ് ആയിട്ടിരിക്കണമല്ലോ. കുട്ടാ എനിക്ക് തകില് വേണം.
ആദ്യത്തെ ആഗ്രഹമാണ് അവസാനത്തെ ആണെന്ന് അറിയാം. അവന് തൈലുണ്ടായിരുന്നു. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് രമേശിനെ വിളിച്ചിട്ട്, പൂഞ്ഞാറുകാരനാണ്, എവിടെന്നെങ്കിലും ഒരു തൈല് കൊണ്ടുതന്നു. അപ്പം അങ്ങനെ ഒരു സെക്കൻഡ് ഹാൻഡ് തൈല് 30,000 രൂപയ്ക്ക് ഒരാൾ ഗേറ്റിൻ്റെ വെളിയിൽ കൊണ്ടുവച്ചു. പൈസ ഒന്നും ഇപ്പോൾ തരണ്ട, പിന്നെ തന്നാൽ മതി. അത് പുറത്തുനിന്ന് കൊട്ടിയൊക്കെ കാണിച്ചു. ആ തൈല് വെച്ചിട്ട് സിബി ഒരു താളം വായിക്കും എല്ലാ ദിവസവും രാവിലെ യഹൂദിയായിലെ ഒരു ഗ്രാമത്തിൽ. അപ്പോൾ ഒരു ഉണർത്ത് പാട്ട് പോലെ സിബി എന്നെ എപ്പോഴും ശ്രദ്ധിക്കുമായിരുന്നു. എനിക്ക് വല്ലതും പറ്റുമോന്നൊരു പേടി സിബിക്കുണ്ടായിരുന്നു. ഒന്നുമില്ല, പേടിക്കണ്ടായത്. ആ പറയുന്ന ആ വാക്കുകൾ കേൾക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഊർജ്ജം എത്ര വലുതാണെന്ന് അറിയാം. ഈ നാടും നാട്ടുകാരും എല്ലാവരും കൂടെ വന്നു. പോയ ആംബുലൻസുകളൊക്കെ തിരിച്ചു വന്നു. പോകാൻ നേരം ഞാൻ പ്രദീപിനോടൊരു കാര്യം പറഞ്ഞു. നമുക്ക് ഈ വർഷത്തെ ക്രിസ്മസ് ഡിസംബർ 25-നല്ല, ഫെബ്രുവരിയിലേക്ക് മാറ്റിയിരിക്കാം. പക്ഷെ അത് ഞങ്ങൾ പിന്നെ ആഘോഷിച്ചു, ചെറിയ രീതിയിൽ ആഘോഷിക്കാനും സാധിച്ചു. പിന്നെ ഈ താളവും ലയവും എല്ലാ ദിവസവും രാവിലെ സിബിയുടെ പാട്ടായിരുന്നു ഞങ്ങളുടെ ഒരു താളം. പിന്നെ നമ്മുടെ ഒരു അച്ഛൻ എഴുതിയൊരു പാട്ടുണ്ടായിരുന്നല്ലോ, ഒരു മഴയും തോരാതിരുന്നിട്ടില്ല. അപ്പോൾ അതൊക്കെ റിപ്പീറ്റ് ചെയ്ത് പല പ്രാവശ്യം കേട്ട് എല്ലാവരും ആ പാട്ട് പഠിക്കുന്നു. പിന്നെ ഒരു പ്രത്യാശ തന്ന ഒരവസ്ഥയാണ് മാസത്തിൽ. കല എന്നത് വലിയൊരു സ്വാധീനം തന്നെയാണ്. നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് ഒരു ബേത്ലഹേം, പുൽക്കൂട്, പ്രത്യാശ, അല്ലേ, സ്നേഹത്തിൽ നിന്നും അല്ലേ ഒക്കെയാണ്. മൊത്തം ബാക്ക്ഗ്രൗണ്ട് ആ ഒരു ക്രിസ്മസിൽ ഇങ്ങനെ കുളിച്ച് നിൽക്കുക. ഇവരെല്ലാരും അതെ ഒരു റെഡ് ആൻഡ് വൈറ്റ് തീം ഒക്കെ ഇട്ട്. സന്തോഷേട്ടാ, ഈ മരിയ സദനത്തിലെ ക്രിസ്മസ് സെലിബ്രേഷൻ ഭയങ്കര അടിപൊളിയാന്ന് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ഭയങ്കര ആഘോഷം, ഗിഫ്റ്റ് കൊടുക്കല്, സാന്താക്ലോസ് വരല്, അങ്ങനെ ഇവർക്ക് ഭയങ്കര കളർഫുൾ ആണ് ഈ ഒരു ആഘോഷം എന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ വിശേഷങ്ങളൊക്കെ ഒന്ന് പറയാവോ? ക്രിസ്മസ് മാസത്തില് ക്രിസ്മസ് ഡേ അന്ന് തന്നെ ഇവിടെ കുറേ കലാപരിപാടികളുണ്ട്. തലേദിവസം തിരുപ്പിറവി, കുർബാനയുണ്ട്. മിക്കവാറും ക്രിസ്മസിൻ്റെ കുർബാന ചൊല്ലിയിട്ട് രാത്രി തന്നെ അച്ഛൻ വന്നിട്ട് കുർബാന എല്ലാവരുണ്ട്. പിന്നെ ഇതൊരു ക്രിസ്മസ് നമ്മുടെ ഒരു പ്രധാനപ്പെട്ടൊരു ഫെസ്റ്റിവലാണല്ലോ. ഇവിടെ എല്ലാവരെയും പുറത്തിറക്കി. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 10 വർഷമായിട്ട് ഞാൻ സാന്താക്ലൂസ് ആയിട്ടാണ് ഇങ്ങനെ ഒരു പരിപാടിയൊക്കെ ഉണ്ട്. അപ്പോൾ തിരിച്ചു വരുന്ന ഒരു സമയമുണ്ട്. 24-ാം തീയതി ഇവരെല്ലാവരും പുറത്ത് നിൽക്കും. കുറേ വെടിക്കെട്ട് കാര്യങ്ങൾ, പാട്ട്. പാലായിലെ ജനമൈത്രി പോലീസ് അവരുടെ നേതൃത്വത്തിലൊക്കെയാണ് ചെയ്യുന്നത്. പോലീസുകാരും ഒക്കെ കാണും. കുറേ നാട്ടിലുള്ള സുഹൃത്തുക്കളും എല്ലാവരും ചേർന്ന ഒരു ഗംഭീരമായ ഒരു ആഘോഷമാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല, അനുഭവിച്ചറിയണം എന്നുള്ള ഇതിലാണ്. അപ്പൊ ക്രിസ്മസിനെ ഇങ്ങനെ ആഘോഷങ്ങളൊക്കെ വെക്കുമ്പോൾ ഇവിടെ ഉള്ളവരൊക്കെ ആ ഒരു ക്രിസ്മസ് ഡേ, ഇപ്പം ചേട്ടൻ നേരത്തെ പറഞ്ഞു നമുക്ക് കോവിഡ് സമയത്ത് ഒരു ക്രിസ്മസ് നഷ്ടമായി അല്ലേ. അപ്പോഴും ഇവിടെ ഉണ്ടായിരുന്ന പ്രദീപ് എന്ന് പറഞ്ഞ ആള് ചോദിച്ചത്, സന്തോഷേട്ടാ ക്രിസ്മസ് എന്നാ. അപ്പോൾ അത്രയും വർഷം ഇവിടെ നിന്ന ഒരാൾക്ക് ഏറ്റവും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നത് ഇവിടുത്തെ ക്രിസ്മസ് ആഘോഷമാണ്. നെഞ്ചോട് ചേർത്ത് വെക്കുന്നതെന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അപ്പൊ ആ ദിവസം സന്തോഷേട്ടൻ എന്തൊക്കെയാണ് ഇവിടെ പ്ലാൻ ചെയ്യുക, എങ്ങനെയാണ്? കാരണം ഞങ്ങൾ ഇവിടുത്തെ ക്രിസ്മസ് സെലിബ്രേഷൻ കണ്ടിട്ടില്ല. നിങ്ങൾ കണ്ടാൽ എല്ലാ വർഷവും വരും. കാരണം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് മുതൽ ഭക്ഷണമാണല്ലോ എല്ലാത്തിനും ഒരു അടിസ്ഥാനം. എനിക്ക് തോന്നുന്നത് ക്രിസ്മസ് ഡേയിലെ ലഞ്ചിന് ഒരു 10 പേരെങ്കിലും ചോദിക്കും എനിക്ക് കൊടുക്കണം. അപ്പം അത്രയും ഒരു നേരത്തെ തന്നെ ഒരാൾ ഇപ്പോൾ 2 മാസം മുമ്പ് തന്നെ ബുക്ക് ചെയ്ത് കഴിഞ്ഞു. പിന്നെ അവർ തനിയല്ലായിരിക്കും വേറെ സ്ഥാപനത്തിലേക്ക് വന്നാലും ആ ഒരു പ്രത്യേക സമയത്തിന് വേണ്ടിയിട്ട് ആളുകൾ അവർക്കൂടെ വരാൻ വേണ്ടിയിട്ട് അങ്ങനെ. പിന്നെ ആ ദിവസം മുഴുവനും പറഞ്ഞ പോലെ 25-ാം തീയതി 24-ാം തീയതി ഒക്കെ വലിയ ആഘോഷം തന്നെയാണ്. ഇവരെല്ലാവരെയും പുറത്ത് ഇറക്കി, അതായത് ഈ ഗ്രൗണ്ടിൽ കൊണ്ടു നിർത്തി അവരെല്ലാം പുൽക്കൂടുമൊക്കെ കാണിച്ച് പടക്കങ്ങളൊക്കെ പൊട്ടിച്ച് ഇപ്പോൾ രാത്രി വളരെ വൈകി പോലും ആളുകൾ ഉറങ്ങാതെ ഇരുന്ന് ഈ സെലിബ്രേഷൻ കൂടാറുണ്ട്. ഒരിക്കലും മറക്കാനാവാത്ത ഒരു ക്രിസ്മസ് എന്ന് പറഞ്ഞാൽ ഏതാണ്ട് ജഗദീഷ് ശ്രീകുമാറിന് ഇത് ആക്സിഡൻറ്റ് സംഭവിക്കുന്നതിന് മുമ്പ് ആ വർഷം ലാസ്റ്റ് അദ്ദേഹം വരുന്നതാണ്. രാവിലെ വിളിച്ചിട്ട്, സന്തോഷ് ഈ പ്രാവശ്യത്തെ ക്രിസ്മസ് കേക്ക് ഞാനാണ് മുറിക്കുന്നത്. അപ്പം അങ്ങനെ അദ്ദേഹം ഇവിടെ വന്നു. വലിയൊരു ക്രൗഡും ഉണ്ടായിരുന്നു. കേക്ക് കട്ട് ചെയ്തു. പോകാൻ നേരം അന്നത്തെ ചെലവിലേക്കുള്ള കുറേ പൈസയും തന്നു. പൊക്കത്തിലത്തെ ഒരു കെട്ടിടത്തിൽ സ്ത്രീകൾക്ക് വേണ്ടി ഒരു തയ്യൽ സംരംഭം ആരംഭിക്കാം. ഞാൻ പറഞ്ഞു ജഗദീഷ് ചേട്ടൻ തന്നെ അത് ഇനാഗുറേഷൻ ചെയ്യണം.
പുള്ളി വന്ന് ഇനാഗ്രേറ്റ് ചെയ്ത് പോയ വഴി എന്നോട് പറഞ്ഞു ഇതിനൊരു പേര് വേണമല്ലോ. അത് ആ പേര് ഞാൻ പറഞ്ഞു മരിയസാന ടൈലേഴ്സ്, അതുപോരാ. പുള്ളി ഇവിടെ നിന്ന് പോയി കുറേ ദൂരം കഴിഞ്ഞിട്ട് തിരിച്ച് എന്നെ വിളിച്ചിട്ട് നീറ്റ് ആൻഡ് നൈസ് എന്ന പേരിടണം. ഇന്ന് നീറ്റ് ആൻഡ് നൈസ് വളരെ നല്ല രീതി, നൈറ്റികൾ, ഫ്ലോർ മാറ്റ്, നാപ്കിൻ ഉണ്ടാകുന്ന ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ഒരു സെൻറ്റർ, ഒരു മിഷൻ എല്ലാം കൂടെ കൊണ്ടുവന്ന് തുടങ്ങാൻ പോവാണ്. ഞാൻ പറയാം ആ ഒരു അവിസ്മരണീയ. പിന്നെ അദ്ദേഹം വന്നിട്ടില്ല ഇവിടെ. ഒരു മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു ക്രിസ്മസ്. അത് കാരണം ആ അന്നത്തെ ഒരു മെസ്സേജ് തന്നെ, അദ്ദേഹം ഒരു അന്യൊരു മതസ്ഥനായ ഒരാളാണെങ്കിൽ പോലും ഈശോയെപ്പറ്റി വളരെ നല്ല രീതിയിൽ ക്രിസ്മസ് എന്താണെന്ന് വളരെ ഗംഭീരമായ രീതിയിൽ പ്രസംഗിച്ചത്. അതെല്ലാം മനസ്സിലിങ്ങനെ ഓർക്കും. എല്ലാ ക്രിസ്മസും അല്ലേ ഇതുപോലെ മെമ്മറബിൾ ആകട്ടെ എന്നാണ് ഞങ്ങൾ ആശംസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും. ഒത്തിരി പേരുടെ വലിയ പ്രാർത്ഥനകൾ നിങ്ങളുടെ കൂടെ ഉണ്ട്. ഇത്രയും എക്സ്പീരിയൻസുകൾ, അനുഭവങ്ങൾ നിങ്ങൾ എല്ലാവരും പങ്കുവച്ചപ്പോഴും അവിടെ മറ്റ് പലര് വഴി നിങ്ങൾക്കുണ്ടായ കുറേ നല്ല അനുഭവങ്ങളുണ്ടായിരുന്നു. എന്ന് വെച്ചാൽ കർത്താവ് പലര് വഴി നിങ്ങൾക്ക് ചെയ്തു തന്ന ഒത്തിരി കാര്യങ്ങൾ നിങ്ങൾക്കെല്ലാം ഇങ്ങനെ വാതോരാതെ പറയാനുണ്ട്. എനിക്ക് തോന്നിയത് ഇന്നയാൾ പറഞ്ഞതുകൊണ്ട്, അല്ലെ ഇന്നയാൾ ചെയ്തതുകൊണ്ട് എനിക്കിങ്ങനെ തോന്നിയത്, അങ്ങനെയൊക്കെ ഒത്തിരി കഥകളുണ്ട്. ഇത്രയും പേരെ കണ്ടുമുട്ടിയത് കൊണ്ടാണോ, ഇത്രയും എക്സ്പീരിയൻസ് കൂടെ ഉള്ളതുകൊണ്ടാണ് ആണോ എന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ ആ ക്വസ്റ്റ്യനെ ഒന്ന് ക്രോഡീകരിച്ച് ഒക്കെ എന്നൊക്കെ പറയുന്ന പോലെ ചോദിക്കാം. സന്തോഷേട്ടന്റെ കഥകൾ തീരുന്നില്ല. അപ്പോൾ സന്തോഷേട്ടൻ തുടങ്ങിയത് ഏഷ്യ 58 നിന്നാണല്ലേ? ഇന്ന് സന്തോഷേട്ടൻ വിചാരിക്കുന്നുണ്ടോ ആ വചനം പൂർത്തീകരിക്കപ്പെട്ടു, സന്തോഷേട്ടൻ്റെ ജീവിതം കൊണ്ട് ആ വചനം പൂർത്തീകരിക്കപ്പെട്ടു എന്ന് സന്തോഷേട്ടന് തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും. കാരണം ഏശയ്യാ പ്രവചനം 58 എല്ലാ മനുഷ്യനും വായിച്ചിരിക്കേണ്ട ഒരു പുസ്തകം പേജാണ്. കാരണം എൻ്റെ ജീവിതം ഞാൻ ആദ്യം പറഞ്ഞ പോലെ 10ാം ക്ലാസ് പ്രീ ഡിഗ്രി 1.5 വർഷം പരീക്ഷ എഴുതിയില്ല, കോളേജിൽ പോയിട്ടുണ്ടെന്ന് മാത്രം, സർട്ടിഫിക്കറ്റ് ഇല്ല. അപ്പം അങ്ങനെയുള്ള ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ തൊടുന്നതെല്ലാം നശിപ്പിക്കുന്ന, അല്ല എല്ലാം പൊട്ടിപ്പോകുന്ന ഒരവസ്ഥയെന്ന് എല്ലാം സക്സസ്ഫുള്ളായി മാറുന്ന. അപ്പം ഞാനൊരു വേഷം ചെയ്താൽ പോലും ഇപ്പം സാന്താക്രൂസ് പാലായിൽ കലക്കി ഈ ഡിസംബർ 8ാം തീയതിത്തെ പെരുന്നാൾ മരിയസ്ഥാനത്തിൻ്റെ 2 പ്ലോട്ടുകളുണ്ടായിരുന്നു. അതിൽ മുഴുവൻ ഇവിടുത്തെ മക്കൾ ഇരുന്ന, അതായത് ഒരിക്കലും മാനസിക രോഗമായി വന്ന ആൾ, അങ്ങനെയുള്ള ആളുകൾ ഇരിക്കുന്ന കാര്യങ്ങൾ. അതുപോലെ കലാസമിതി ലിംക ബുക്സ് വന്നു. ഞാൻ ഒരു 4-5 രാജ്യങ്ങളിൽ പോയി ഇന്ത്യയെ പ്രതിനിധീകരിച്ച് പ്രബന്ധങ്ങൾ അവതരിപ്പിച്ചു. ലാസ്റ്റ് പോയത് റൊമാനിയയിൽ ഇൻവൈറ്റഡ് സ്പീക്കറായിട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഡോക്ടേഴ്സൊക്കെ താമസിക്കുന്ന ലെവലിലുള്ള താമസം. എൻ്റെ സർട്ടിഫിക്കറ്റ് എന്താണെന്നറിയാം, വെറും 10ാം ക്ലാസ്സാണ്. അപ്പോൾ അതിൽ നിന്ന് ഇത്രയും ടെക്നിക്കലായിട്ട് ഇപ്പം ഗവൺമെൻറ് ഓഫ് കേരളയുടെ റീഹാബിലിറ്റേഷൻ്റെ ടെക്നിക്കൽ ലെവലിൽ സെക്രട്ടറിയാണ്. ഇപ്പം ഈ അവസ്ഥയിലൊക്കെ വരാൻ കാരണം ഏഷ്യ 58 അവസാനം എഴുതിയേക്കുന്ന വാക്കുകളാണ്. വിശക്കുന്നവൻ ആഹാരം നീ കൊടുത്താൽ, നഗ്നനെ ഉടുപ്പിച്ചാൽ, ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിച്ചാൽ, പിന്നെ കിട്ടിയിരിക്കുന്ന വാഗ്ദാനങ്ങൾ നിന്റെ അസ്ഥികളെ ബലപ്പെടുത്തും, മുട്ടിന് വേദനയൊക്കെ ഉണ്ടെങ്കിലും അത് മാറും, നനച്ചു വളർത്തിയ പൂന്തോട്ടം പോലെ ആയിരിക്കും നീ, ലോകത്തിലെ ഉന്നത സ്ഥാനങ്ങളിലൂടെ നീ സവാരി ചെയ്യും, അനേകം തലമുറകളുടെ അടിസ്ഥാനം ഇടുന്നവനെന്ന് നീ അറിയപ്പെടും, നിന്റെ പുരാതന നാശനഷ്ടങ്ങൾ പുനരുദ്ധരിക്കപ്പെടും. അപ്പം ഇത് ഈ ഓഫർ ഏതായാലും കർത്താവ് തരുന്നതാണ്. ദൈവരാജ്യത്തിന് വേണ്ടി ഭാര്യയോ മക്കളെയോ വസ്തുക്കളെയോ എന്ത് തന്നെ ഈ ലോകത്തിൽ ഉപേക്ഷിച്ചാൽ ഈ ലോകത്തിൽ തന്നെ അത് 100 ഇരട്ടി അല്ല 10 മടങ്ങായി കിട്ടും, പരലോകത്തിൽ നിത്യജീവൻ. ഇത് സത്യമാണ്. കർത്താവ് കാലിത്തൊഴുത്തിൽ പറഞ്ഞു, ആ സമയത്ത് മാലാഹമാർ പാടി, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവകൃപ ലഭിച്ചവർക്ക് സമാധാനം. ഈ സമാധാനത്തിൻ്റെ ആ ഒരു അവസ്ഥ ശരിക്കും ഞങ്ങൾ അനുഭവിക്കുന്നു, ഞങ്ങളുടെ കുടുംബം അനുഭവിക്കുന്നു. ആ വചനത്തിൽ എന്തെല്ലാം വാഗ്ദാനം നൽകിയിട്ടുണ്ടോ അതെല്ലാം എൻ്റെ ജീവിതത്തിൽ കഴിഞ്ഞു. ഇനിയും 25 വർഷം, ഇനി 50ാമത്തെ മരിയസ്ഥാനത്തിൻ്റെ വാർഷികം. അപ്പോഴേക്കും നമ്മളൊക്കെ ഒത്തിരി ഓൾഡാവും. അന്നേരവും ഉണ്ടെങ്കിൽ പറയാൻ ഇതുപോലെ ഒരുപാട് കഥകൾ, ദൈവരാജ്യത്തിൻ്റെ അല്ലെ ദൈവത്തിൻ്റെ ശക്തി കൊണ്ട് നടന്ന അനേകം മനുഷ്യരെ ഇതിലേക്ക് കൊണ്ടുവരാനായിട്ട് അല്ല ഒത്തിരി പേരെ. ഇപ്പം ഞാൻ എപ്പോഴും പറയുന്നൊരു വാക്കുണ്ട്, മരിയസ്ഥാനം സന്തോഷം സ്വർഗത്തിൽ തന്നെ പോകുന്നില്ല, പാലാക്കാരെ മുഴുവൻ കൊണ്ടുപോകും. കേരളത്തിലുള്ള മുഴുവൻ ആളുകളെ കൊണ്ടു, ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകളെ കൊണ്ടു. അങ്ങനെ നമ്മൾ ഓരോരുത്തരും വിചാരിച്ചാൽ ഭൂമിയിൽ ദൈവരാജ്യം എല്ലാ അല്ലെ പ്രത്യേകിച്ച് നമ്മുടെ ഇന്ത്യയിൽ എല്ലാ സംസ്ഥാനങ്ങളിലും
എല്ലാ പഞ്ചായത്തുകളിലും അല്ലേ, എല്ലാ ജില്ലകളിലും, എല്ലാ സ്ഥലങ്ങളിലും, എല്ലാ ഇടവകളിലും, എല്ലാ വീടുകളിലും സംജാതമാകും. അതിന് യാതൊരു സംശയവുമില്ല. ദൈവത്തിൻ്റെ പദ്ധതികൾക്ക്, ഈശോയുടെ ആഗ്രഹത്തിന് മനുഷ്യൻ ചേർന്ന് നിന്നാൽ കർത്താവ് നമ്മളെ കരം പിടിച്ചുയർത്തും എന്നതിന് ജീവിക്കുന്ന ഉദാഹരണമാണ്. കർത്താവ് വാസ്തവത്തിൽ കർത്താവിൻ്റെ പിതാവായ ദൈവത്തിൻ്റെ ഏറ്റവും വലിയ വിഷമം എന്താണെന്നറിയോ? ആകാശമേഖലകൾക്ക് നമ്മൾ വായിക്കുന്നതാണല്ലോ, നമുക്കൊരവസരം ദൈവത്തിന് കൊടുക്കുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം ചെയ്ത് ഞാൻ ചെയ്തു എന്ന് നമ്മൾ പറയും. സത്യത്തിൽ ഈ ചെയ്തതൊന്നും ഞാനല്ലെന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട്. എന്നെക്കൊണ്ട് ചെയ്യിക്കുന്ന ഒരു ശക്തിയുണ്ട്. വചനമാണ്, പരിശുദ്ധാത്മാവാണ്. നമ്മളെല്ലാവരും, എനിക്ക് പ്രത്യേകതയൊന്നുമില്ല, ഞാൻ പറഞ്ഞില്ല, ഒരു സ്കൂളിലെ ഏറ്റവും, അത് സ്കൂളിൻ്റെ ബെഞ്ചൊക്കെ കയറ്റി നിർത്തും, ചാക്കോ സാറ് കാണുമ്പോഴേ അടി തുടങ്ങും, സ്കൂളിൽ നിന്ന് പുറത്ത് യു ഗെറ്റ് ഔട്ട് എന്ന് പറയുന്ന ക്ലാസ്സിൻ്റെ വെളിയിൽ, ഇങ്ങനത്തെ ഒരു 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 വികൃതിയായിരുന്നു ഞാൻ. പക്ഷേ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ പറ്റിയത് കർത്താവിൻ്റെ കൃപയൊന്നുകൊണ്ട് മാത്രമാണ്. അതെന്നെ പഠിപ്പിച്ച, അല്ലെങ്കിൽ നമ്മളെ ധ്യാനിപ്പിച്ച, അല്ലെങ്കിൽ ഈ വചനം കണ്ടെത്താൻ സഹായിച്ച ഒരുപാട് ആളുകളുടെ, എൻ്റെ അമ്മയുടെ, അപ്പൻ്റെ, സഹോദരങ്ങളുടെ, എല്ലാവരുടെയും, ഭാര്യയുടെ, മക്കളുടെ, എല്ലാവരുടെയും ഒരു കൂട്ടായ്മയാണ്. സന്തോഷേട്ടൻ്റെ ആണേലും മിനി ചേച്ചിയുടെ ആണേലും മക്കളുടെ ഒക്കെ ആണേലും വാക്കുകളിൽ നിന്ന് കേട്ടത് ദൈവം എന്നെ തോന്നിപ്പിച്ചു എന്നുള്ളൊരു കാര്യമാണ്. എന്നും ഈ ഒരു ദൈവാശ്രയത്വത്തിൻ്റെ, ഈ ഒരു സ്നേഹത്തിൻ്റെ ഒക്കെ ആ ഒരു ഊഷ്മളത നിങ്ങളുടെ ഉള്ളിൽ എന്നും നിറഞ്ഞു നിൽക്കട്ടെ എന്ന് ഞങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. നമ്മളൊക്കെ നാം ആയിരിക്കുന്നത് വീടുകളിലാണ്. എന്നാൽ ഈ വീടുകളിൽ നമുക്ക് ഇടം നിഷേധിക്കപ്പെടുമ്പോൾ ഈ മരിയ സദനത്തിൻ്റെ വാതിലുകൾ നമുക്ക് ഓരോരുത്തർക്കും വേണ്ടി തുറന്നു കിടക്കുകയാണ്. സ്ഥലം നിഷേധിക്കപ്പെട്ട് ക്രിസ്തു ജനിച്ചത് കാലിത്തൊഴുത്തിലാണ്. ആ ഈശോ സന്തോഷേട്ടനെ പോലെയുള്ള പലരിലൂടെയും നമ്മോട് പറയുന്നത് നിങ്ങളുടെ ഹൃദയങ്ങളുടെ വാതിൽ തുറന്നിടുമെന്നാണ്. ഈ ക്രിസ്മസ് രാവുകളിൽ എല്ലാവർക്കും ക്രിസ്മസിൻ്റെ മംഗളങ്ങൾ നേരുന്നു. ഒത്തിരി സന്തോഷത്തോടെ മേരി ക്രിസ്മസ്.